സ്റ്റേജിലേക്ക് വരുമ്പം ഇതാണ് നമ്മളുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കിനറ്റോകോറിൻ്റെ മുകളിലാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ഷോർട്ടൻ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മളുടെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആകും. ഇവിടെ നമ്മൾ കണ്ടു നമ്മളുടെ ഈ ഒരു സെൻട്രോമിയർ. അപ്പോൾ നമ്മളുടെ എക്സാമിന് നമ്മളുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ട ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്റ്റേജ്, ഓക്കെ, ഈ ഒരു സ്റ്റേജ് തരും അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജ് തരും. ദിസ് ഇസ് ഈ സ്റ്റേജ്, ഈ രണ്ട് സ്റ്റേജുകളാണ് ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഈ സ്റ്റേജസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതേപോലെ തന്നെ അവരുടെ രണ്ട് ഫീച്ചേഴ്സ് എഴുതാം എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ സെൽ ഡിവിഷന് നമുക്ക് 4 സ്റ്റേജസ് ആണുള്ളത്. ആ 4 സ്റ്റേജസിൽ ഈ സ്റ്റേജും അതുപോലെ മിസ് അടുത്തതായിട്ട് കാണിച്ചത് ഈ ഒരു സ്റ്റേജുമാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ളത്. സോ ആ സ്റ്റേജസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്യണത്. നോക്കാമല്ലോ. റൈറ്റ് ദ നെയിം ഓഫ് ദ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ് ഗിവൻ ഇൻ ദ ഫിഗർ. ഇവിടെ തന്നിരിക്കുന്ന ഈ സ്റ്റേജ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഈസിയാണ്. നമുക്കിത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഇപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു പിക്ചർ തന്നെയാണ് അല്ലേ? ഇങ്ങനെയുണ്ട്. ഇവിടെ നമ്മളുടെ ക്രോമസോംസ്, ഓക്കെ, ക്രോമസോംസ് സാധാരണ എന്താ ചെയ്യുക? ഇപ്പം നമുക്ക് ഇവിടെ പറയണ്ട, നമുക്കിതൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം. ദേ ഇങ്ങനെയൊരു സൈക്കിളുണ്ട്, ഓക്കെ, ഇത് രണ്ടും കൂടിയാണ് മിസ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ക്രോമസോംസ് ഇവിടെ ഇങ്ങനെ സെൻറ്ററിലായിട്ട് ഇരിക്കുന്നുണ്ട്, ഓക്കെ, സെൻറ്ററിൽ ഇവിടെ ഇങ്ങനെ അലൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആര് അറ്റാച്ച്ഡ് ആണ്? ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് വന്ന് അറ്റാച്ച്ഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് ഒരു സ്റ്റേജ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഏതാണ് നമ്മളുടെ സ്റ്റേജ്? ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഇസ് മെറ്റാഫേസ്. ഓക്കെ, ദിസ് സ്റ്റേജ് ഇസ് മെറ്റാഫേസ്. ഓക്കെ, ഇത് മെറ്റാഫേസ് സ്റ്റേജാണ്. ആൻഡ് ഇതേപോലെ തന്നെ വേറെ ചോദിക്കാൻ, ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ക്വസ്റ്റ്യൻ കണ്ടേ നിങ്ങളിപ്പോൾ പറയും, ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാം. ഇത് രണ്ട് റിപ്പീറ്റഡ് ആയതുകൊണ്ടാണ് മിസ് പറയുന്നത്. സോ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്താണ്? ഫസ്റ്റ് നമ്മളുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് അല്ലേ, ഈ മഞ്ഞ കളറിലുള്ള നാരുകളാണ് നമ്മളുടെ സ്പിൻഡിൽ ഫൈബേഴ്സ്. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് അറ്റ് ദി, ഇപ്പോൾ നമ്മളിതാണ് ക്രോമസോം എങ്കിൽ ഈ ക്രോമസോമിൻ്റെ സൈഡിലായിട്ട് നമ്മൾ എന്ത് പറയാറുണ്ട്? ഒരു പ്രോട്ടീനേഷ്യസ് ഡിസ്ക് ഉണ്ട്. ഈ പ്രോട്ടീനേഷ്യസ് ഡിസ്കിനെയാണ് നമ്മൾ കൈനറ്റോകോർ എന്ന് പറയുന്നത്, കൈനറ്റോകോർ. സോ ഈ ഒരു മെറ്റാസ്റ്റേജിൻ്റെ ഫീച്ചർ എന്താണ്? നമ്മളുടെ ഈ ഒരു സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് at the kinetochore of chromosome. ക്രോമസോമിൻ്റെ കൈനറ്റോകോറിൽ വന്നിട്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഈ ക്രോമസോംസ് ഒക്കെ എന്ത് ചെയ്യാണ്? ഇതാണ് നമ്മളുടെ ഇക്വേറ്റർ അല്ലേ? ഈ ഇക്വേറ്ററിൽ അവരിങ്ങനെ അസംബ്ലിക്ക് നിൽക്കും. നമ്മൾ എങ്ങനെയാണ് സ്കൂളിൽ അസംബ്ലിക്ക് നിൽക്കുക? വരി വരിയായി നിൽക്കും. അതേപോലെ ഇക്വേറ്ററിൽ ഇങ്ങനെ ക്രോമസോംസ് അലൈൻ ചെയ്യും. സോ ക്രോമസോംസ് അലൈൻ അറ്റ് ദി ഇക്വേറ്റർ. Chromosomes align at the equator. ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റാഫേസ് പ്ലേറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതല്ലല്ലോ മിസ് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഈ സ്റ്റേജ് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മിസ് ഇത് ആദ്യം പറഞ്ഞത്. ഇനി അപ്പോൾ ഈ രണ്ട് ഫീച്ചേഴ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ബുള്ളറ്റ് ഇട്ട് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എഴുതുക. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ, ഈ സ്റ്റേജ് ഏതാണ്? ഈ സ്റ്റേജ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ദിസ് സ്റ്റേജ് ഇസ് അനാഫേസ്. അപ്പോൾ അനാഫേസ് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റാഫേസ് കണ്ടല്ലോ, നമ്മളുടെ ക്രോമസോംസ് എന്ത് ചെയ്യാണ്? ഇക്വേറ്ററിൽ ഇങ്ങനെ അലൈൻ ചെയ്യാണ്. ഇനി നമ്മളുടെ അനാഫേസിലേക്ക് വരുമ്പം ഇതാണ് നമ്മളുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്രോമാറ്റിഡ്സ് അല്ല സ്പിൻഡിൽ ഫൈബേഴ്സ് ഇങ്ങനെ ചെറുതാവാൻ തുടങ്ങും. രണ്ട് സൈഡിൽ നിന്ന് ഇവരെ ഇങ്ങനെ വലിക്കും. അപ്പോൾ നമ്മളുടെ ക്രോമസോം സ്പ്ലിറ്റ് ആകും. അപ്പോൾ നമുക്കറിയാം എവിടെയാണ്? ഇതാണ് നമ്മളുടെ ക്രോമസോം അല്ലേ? ഇതാണ് നമ്മളുടെ ക്രോമസോം. ഓക്കെ, ഈ ക്രോമസോമിൻ്റെ രണ്ട് സൈഡിലാണ് എന്തുള്ളത്? നമ്മളുടെ കൈനറ്റോകോർ ഉള്ളത്. ഓക്കെ, ഈ കൈനറ്റോകോറിൻ്റെ മുകളിലാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്.
ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ഇവരെ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഇവിടെ ആര് ബ്രേക്ക് ചെയ്യും? നമ്മളുടെ ഈ ഒരു ക്രോമാറ്റിഡ്സ് ഇവിടെ ബ്രേക്ക് ആവും, ക്രോമസോം ബ്രേക്ക് ആകും, ഇവർ രണ്ടുപേരും പൊട്ടിപ്പോകും. എന്നിട്ട് ഇവർ ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുക? നമ്മളുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഇവരെ ഇങ്ങനെ വലിക്കുന്നതിനനുസരിച്ച്, ഇത് കണ്ടോ ചെറുതായി, നേരത്തെ ഇവിടെ വരെ ഉണ്ടായിരുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് ചെറുതായി. ഓക്കെ, ഇതിങ്ങനെ ചെറുതാവുന്നതിനനുസരിച്ച് ആര് പോകും? നമ്മളുടെ സ്പ്ലിട്ടായിട്ടുള്ള ഈ ഒരു ക്രോമാറ്റിഡ്സ് ഇങ്ങനെ ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകും. ഇങ്ങനെയാണ് ഒരു ഡയഗ്രാം നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം ദിസ് സ്റ്റേജ് ഇസ് Anaphase. ഓക്കെ, ഈ സ്റ്റേജാണ് Anaphase. ഓക്കെ, ഇനി Anaphase-ൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് റൈറ്റ്. 1 മെയിൻ ഈവൻറ്റ് ഒക്കറിങ് ഇൻ ദ സ്റ്റേജ്. ഒന്നെങ്കിൽ ഒരു ഈവൻറ്റ് എഴുതാൻ പറയും, അല്ലെങ്കിൽ 2 ഈവൻറ്റ് എഴുതാൻ വേണ്ടി പറയും. അപ്പോൾ ഒരു ഈവൻറ്റ് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ 2 ഈവൻറ്റ്, നമ്മൾ 2 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 ചോദിച്ചാലും എഴുതാം, 2 ചോദിച്ചാലും എഴുതാം. സോ മെയിൻ ഈവൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മളുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഷോർട്ടൻ ചെയ്യാൻ തുടങ്ങും, അത് ചെറുതാവാൻ തുടങ്ങും. ഇത്ര നീളം ഉണ്ടായിരുന്ന, നോക്കിക്കേ, ഇത്രയും നീളം ഉണ്ടായിരുന്ന ഈ സ്പിൻഡിൽ ഫൈബർ ഇവിടെ ഷോർട്ടൻ ചെയ്തു, അല്ല അത് ചെറുതായി. സോ നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് ആണ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഷോർട്ടൻ. സ്പിൻഡിൽ ഫൈബേഴ്സ് ഷോർട്ടൻ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മളുടെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആകും. ഇവിടെ നമ്മൾ കണ്ടു നമ്മളുടെ ഈ ഒരു സെൻട്രോമിയർ. എന്താണ് സെൻട്രോമിയർ എന്ന് വെച്ചാൽ നമ്മൾ പറയും ക്രോമസോംസ് ഇങ്ങനെ ഇവിടെ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് സെൻട്രോമിയർ, അല്ലേ? അപ്പോൾ ഇവിടെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആകും. സെൻട്രോമിയർ സ്പ്ലിറ്റ് സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയിട്ട് എന്താ ഉണ്ടാവുക? ക്രോമാറ്റിഡ്സ് മൂവ് ടു ഓപ്പോസിറ്റ് പോൾസ്. Okay, chromatids moves to opposite poles. Chromatids opposite പോൾസിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റേജസ് ആണ് എപ്പോഴും എക്സാമിന് ചോദിക്കാറ്. ബാക്കി എല്ലാ സ്റ്റേജസും പഠിക്കേണ്ടതെന്നല്ല, അത് പഠിക്കണം, ഇതെന്തായാലും പഠിക്കണം. ഓക്കെ, മെറ്റാഫേസ് ആൻഡ് അനാഫേസ്. ഓക്കെ, ഇനി നിങ്ങൾ നേരത്തെ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ മിസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഈ സ്റ്റേജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ അലൈൻ ചെയ്യുന്ന, ഇക്വേറ്ററിൽ അലൈൻ ചെയ്യുന്ന സ്റ്റേജാണ് മെറ്റാഫേസ്. നമ്മളത് ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷുവറായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്.